ഇന്നലെ പാതിരാവ് വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ 60 ദിവസത്തെ പ്രചാരണത്തിൻ്റെ ക്ഷീണവുമുണ്ട്. എം കെ രാഘവൻ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുന്നു. കൂട്ടിയും കിഴിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്താണ് അവസാനത്തെ പ്രതീക്ഷ? വളരെ ശുഭപ്രതീക്ഷയാണ്. പഴുതിനേക്കാളും മെജോറിറ്റി കൂടുതലാണ്. കാരണം UDF കേന്ദ്രങ്ങൾ വളരെ സജീവമായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ സ്പെഷ്യൽ വോട്ട് പോളിംഗ് പോലും നോക്കിയാൽ മതി. ആഫ്റ്റർ 85 വോട്ടിങ് UDF ആയിരുന്നു മുമ്പിലുണ്ടായത്. അതുപോലെ തന്നെ ഓപ്പൺ വോട്ടിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും UDF കേന്ദ്രങ്ങൾ എന്നാൽ രാവിലെ മുതൽ രാത്രി 11 വരെ സജീവമായിരുന്നു. അതേസമയം CPM കേന്ദ്രങ്ങൾ ഇന്നലെ വളരെ മ്ലാനതയായിരുന്നു. ഒരു സാധാരണ വളരെ അഗ്രസീവായി ഇറങ്ങുന്ന ഒരു പ്രവർത്തനമുണ്ട് ഈ പോളിംഗ് ദിവസം CPM. അത് ഇന്നലെ എവിടെയും കണ്ടില്ല. ഞാൻ തന്നെ ഇന്നലെ എല്ലാ ബൂത്തിലും പോയപ്പോൾ ചോദിച്ചപ്പോൾ നമ്മളാളുകൾ പറഞ്ഞു അവരാരും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കാണുന്നില്ല. എന്താണെന്നറിയില്ല. അന്ന് പൊതു സംസാരം ഇന്നലെ എല്ലാ ഈ ബൂത്തുകളിൽ കേൾക്കാമായിരുന്നു. BJP ഇന്നലെ എവിടെയും കാണാനില്ല. BJP കാണാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല EP ജയരാജൻ എഫക്റ്റ് ഉണ്ടായിക്കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഈ പൗരത്വ നിയമത്തിനെ കുറിച്ച് പ്രസംഗിക്കുക, മറുഭാഗത്ത് BJP നേതാവുമായി സംസാരിക്കുക. അപ്പോൾ ഈ ഇരട്ടത്താപ്പും കബളിപ്പിക്കലും കൃത്യമായി ഇന്നലെ CPM തന്നെ ബോധ്യപ്പെടുത്തി മതനിമിഷത്തെ ഇത് ഞങ്ങളുടെ സ്വഭാവം ഇതാണെന്ന്. അതെല്ലാം ബാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. 2019 വോട്ടിംഗ് ശതമാനം ഇല്ല. അത് പോരാത്തത് 2014 പോലും വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആരെയാണ് ബാധിക്കുക? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്തവണ CPM കേന്ദ്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു നിർവീര്യമായി കണ്ടത്. അതുപോലെ BJP ക്യാമ്പുകൾ. UDF ക്യാമ്പുകൾ സജീവമായിരുന്നു. രാത്രി 11 വരെ UDFൻ്റെ ക്യാമ്പുകൾ കാണാൻ വരുന്നു. മിക്ക ബൂത്തുകളും പോളിംഗ് നടക്കുകയായിരിക്കും. ഈ സുന്നി EK വിഭാഗത്തിലെ മുസ്ലിം ലീഗ് വിരുദ്ധരുടെ വോട്ടുകൾ അത് LDFന് അനുകൂലമായി എന്നുള്ളൊരു കിംവദന്തി വരുന്നുണ്ട്. എങ്ങനെയാണ് അതിന്? ഒരിക്കലും ശരിയല്ല. LDF സ്ഥാനാർത്ഥി പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചു, അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു വിജയം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അടിയൊഴുക്കുകൾ LDFന് അനുകൂലമായി സംഭവിച്ചു എന്നാണ്. അടിയൊഴുക്കൽ LDFന് എതിരാണ്. ഇപ്പോൾ CPMൻ്റെ അകത്ത് നടന്ന അടിയൊഴുക്ക് അതിഭീകരമാണ്. ഇപ്പം ജൂൺ 4 കൗണ്ടിങ് കഴിഞ്ഞാൽ അറിയാലോ. കൗണ്ടിങ് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന കാര്യമാണല്ലോ. CPMൻ്റെ ക്യാമ്പുകളിൽ നടന്ന അടിയൊഴുക്ക് ഭീകരമാണ്. അത് ഓരോ ബൂത്ത് വൈസ് എടുത്താൽ കാണാൻ സാധിക്കും. അതാണ് പറഞ്ഞത്. UDF ക്യാമ്പുകൾ വളരെ സജീവമായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഒരു ഏറ്റവും പണ്ട് TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യാറ്റിൻകര ബൈ-ഇലക്ഷൻ നടക്കുമ്പോഴാണ് VS അന്ന് രമയെ കാണാൻ വേണ്ടി പോയത്. വടകര ആ വീട്ടിൽ പോയത്. ഒരു സമാനമായ സാഹചര്യമാണ് ഇന്നലെ കേരളത്തിലുണ്ടായത്. ഇന്നലെ EP സംബന്ധിച്ചല്ലോ, ജാവേദത്തുമായി ഞാൻ സംസാരിച്ച് പറഞ്ഞല്ലോ. അതോടുകൂടി ഇന്നലെ മതനിരപക്ഷങ്ങളുടെ ഒരു മനസ്സിരിപ്പ് എല്ലാവർക്കും അറിയാം. ഈ CPM എന്ത് ചെയ്യുന്നു. 2 തൂണിലും കാര്യമൊക്കെയാണ് CPM. അതായത് കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന CPMൻ്റെ ആരോപണം തിരിച്ചടിച്ചു. വല്ലാതെ ഇന്നലെ CPM കേന്ദ്രങ്ങൾ ഷോക്കഡാണ്. ഇന്നലെ CPM കേന്ദ്രങ്ങളെല്ലാം ഷോക്കാണ് സത്യം പറഞ്ഞാൽ. അവരെല്ലാം ഇന്നലെ മ്ലാനമാണ് ആ ക്യാമ്പ് മുഴുവനും രാവിലെ മുതൽ. എത്ര വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ്? അതായത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു സംശയം, കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാളും ഭൂരിപക്ഷത്തിലുണ്ടാവും. അത് ഞാൻ പറഞ്ഞു. ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോലും പെട്ട ആളുകൾ UDFനെ സഹായിക്കുന്ന സാഹചര്യമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വോട്ടിംഗ് ഏതാണ്ട് പല സ്ഥലങ്ങളിലും 11 മണിക്ക് ശേഷവും നടന്നു. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാനുള്ള സാധ്യതയുണ്ട്? അനുകൂലമാണ്. UDF ക്യാമ്പുകളിലാണ് ഇന്നലെ മുഴുവനും രാത്രി ഈ വോട്ടിംഗ് ഉണ്ടായത്. ആ ഓരോ പ്രദേശം നോക്കിയാൽ മതി. രാവിലെ ആരംഭിച്ച പോളിംഗ് ഒന്ന് ഈ പറയുന്ന ഈ വോട്ടിംഗ് ഈ പറയുന്ന പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ചെറിയ വേഗത കുറവുണ്ട്. കാരണം 1000 വോട്ടിന് മേലെ പോയത് ഓക്സിലറി ബൂത്ത് വെക്കേണ്ടതായിരുന്നു. അത് വെച്ചിരുന്ന ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നേരത്തെ അവസാനിക്കുമായിരുന്നു.
ആ ഒരു സാഹചര്യത്തിൽ UDF ലഭിക്കേണ്ടുന്ന വോട്ടുകൾ ചെയ്യാതെ പോയിട്ടുണ്ടാവുമോ? അങ്ങനൊന്നുമില്ല, കുറച്ചെന്ന് കാണത്തേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. അതൊന്നും വിജയസാധ്യതയെ ബാധിക്കില്ല. ഒരിക്കലും ബാധിക്കില്ല. അതായത് 1 ലക്ഷത്തിലേറെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഒരു സംശയം. വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും കോഴിക്കോട്ട് നിയോജക മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെയുള്ള ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ തനിക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് MK രാഘവൻ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും മിജേഷ് അമ്പടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.